ഭക്തി താ ജഗദംബേ പ്രേമം താ ജഗദംബേ. പ്രേമസ്വരൂപം ആത്മസ്വരൂപമായിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. പ്രതിസന്ധികളിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക എന്നത് സാധാരണമാണ്. എന്നാൽ പ്രതിസന്ധികൾ അതോടൊപ്പം പല നന്മകളും പ്രദാനം ചെയ്യുന്നുണ്ട് എന്നതാണ് സത്യം. അത് നമ്മുടെ വിവേകത്തെ വളർത്തുന്നു, കൂടുതൽ നമ്മളെ കരുത്തനാക്കുന്നു, നമ്മളുടെ പരിശ്രമശീലത്തെ അത് വളർത്തുന്നു. പിന്നീട് വലിയ വിജയങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞെന്നും വരാം. ഈ ഒരു മനോഭാവത്തോടു കൂടിയാണ് നമ്മൾ പ്രതിസന്ധികളെ നേരിടേണ്ടത്. ഭീമൻ്റെ കഥ നമുക്കറിയില്ലേ. ചെറുപ്പത്തിൽ എപ്പോഴും തള്ളിയിട്ടും വെള്ളത്തിൽ തള്ളിയിട്ടും എപ്പോഴും പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ദുര്യോധനാദ്യമായിട്ട്. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിച്ച് ഭീമൻ നടക്കുള്ളായിരുന്നു. അനുഭവമാണ് ഗുരു. അരക്കെല്ലാം കണ്ടുപിടിച്ചത് ഭീമനായിരുന്നു. അങ്ങനെ അവരെ മരണത്തിൽ രക്ഷപ്പെട്ട്. ഇതുപോലെയാണ് പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിലും സ്വാധീനം ചെലുത്തുന്നത്. പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ വേഗവും വിശാലതയും കാട്ടാൻ മഹാബലിക്ക് കഴിഞ്ഞു. പക്ഷേ മനുഷ്യനത് കഴിയുമെന്ന് അറിയില്ല. തൻ്റെ തെറ്റ് തിരിച്ചറിഞ്ഞ മഹാബലി തൻ്റെ സർവസ്വവും ഭഗവാൻ അർപ്പിച്ചുകൊണ്ടാണ് ആ തെറ്റ് തിരുത്തിയത്. അതുപോലെ നമ്മളിലും ഇപ്പോഴുള്ള തിരിച്ചറിവും വിനയവും നീണ്ടു നിന്നാൽ മനുഷ്യരാശി രക്ഷപ്പെടും, ജീവജാലങ്ങളെല്ലാം രക്ഷപ്പെടും. അതിനുള്ള സന്നദ്ധത നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്നാണ് അമ്മ ആഗ്രഹിക്കുന്നത്. ഉത്തമമായ സങ്കല്പങ്ങളും അതിനുള്ള പ്രയത്നങ്ങളും നല്ലത് തന്നെയാണ്. എന്നാൽ അതോടൊപ്പം ഒരു യാഥാർത്ഥ്യബോധം നമുക്കുണ്ടായിരിക്കണം. ലോകത്തിൻ്റെയും ലോകവസ്തുക്കളുടെയും സ്വഭാവം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. തെക്കൽ വടക്കൻ്റെ വീട്ടുകാരുണ്ട്. തെക്കൽ വലിയ പയ്യൻ വടക്കല്ല അദ്ദേഹം നോക്കുമ്പോൾ ഒരു കുഴി കുഴിക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹം വന്ന് നോക്കിയപ്പോൾ മൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അയൽവാസിയായ പ്രായനാൾ ചോദിച്ചു, എന്താ മോനെ, എന്താ നീ മൂടിയത്? അതെനിക്ക് അലങ്കാരമായൊരു മത്സ്യം ഉണ്ടായിരുന്നു, അത് ചത്തുപോയി, അതിനെ മൂടിയതാണ്. ആ ഒരു മത്സ്യം മൂടുന്നതിന് ഇത്ര വലിയ കുഴിവേണ്ട? അതെ, നിങ്ങളുടെ പൂച്ചയുടെ വായിലേക്കാണ് അത് പോയത്, അതുകൊണ്ടാണ് വലിയ കുഴി വേണ്ടി വന്നത്. ഇതുപോലെ ലോകത്തിൻ്റെ സ്ഥിതി. കള്ളവും ചതിയും നല്ല വാക്കുകൊണ്ട് മൂടിയിരിക്കുകയാണ്. ആ മറ നീക്കിയാലേ സത്യം പുറത്തു വരൂ. മനസ്സിൽ എപ്പോഴും സന്തോഷമുണ്ടാകാം. ചില കാര്യങ്ങൾ ആവശ്യമാണ്. സാഹചര്യങ്ങളിൽ നമ്മൾ ആ സന്തോഷത്തെ സൃഷ്ടിക്കണം. എന്നാൽ എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിച്ച പോലെ നടക്കില്ല. പല സാഹചര്യവും അതേപടി അംഗീകരിക്കാൻ നമ്മൾ നിർബന്ധിതരാകും. അപ്പോഴും മനസ്സിൻ്റെ സംതൃപ്തിയും ശാന്തിയും നിലനിർത്താൻ നമുക്ക് കഴിയണം. നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. നമ്മൾ അറിയാതെ പല കാര്യങ്ങൾ അതങ്ങനെ സ്വീകരിക്കാറുണ്ട്. നമ്മുടെ ശത്രുവിനൊരു ദുഃഖം വരുമ്പോഴോ നമുക്ക് ദുഃഖമില്ല, സന്തോഷമാണ്. ശത്രുവായിട്ടുള്ളവർക്ക് അല്ലെ എതിരായിട്ടുള്ളവർക്ക് ആ മനസ്സ് തന്നെയാണല്ലോ സന്തോഷ ദുഃഖത്തിന് കാരണം. അതുകൊണ്ട് ബന്ധുവിനാണ് പ്രശ്നം വരുമ്പോൾ നമ്മൾ ദുഃഖിക്കുന്നുണ്ട്. അപ്പോൾ മനസ്സാണ് എല്ലാത്തിനും അടിസ്ഥാനമായ കാരണം. രാജസ്ഥാനിൽ ഒരു കൃഷിക്കാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇന്നും പ്രശ്നങ്ങളായിരുന്നു. സാമ്പത്തിക പ്രശ്നം, ആരോഗ്യമായ പ്രശ്നങ്ങൾ, മക്കളെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ പലതരം പ്രശ്നങ്ങളാണ് അദ്ദേഹത്തെ എപ്പോഴും ഇങ്ങനെ അലട്ടിക്കൊണ്ടേയിരുന്നു. അദ്ദേഹത്തിൻ്റെ വീടിനടുത്തൊരു വലിയ വ്യാപാരി ഉണ്ടായിരുന്നു. അയാൾ സമ്പത്ത് കൊണ്ട് മാത്രമല്ല സന്തോഷം കൊണ്ടും അയാൾ സമ്പന്നനായിരുന്നു. ഈ കൃഷിക്കാരൻ വ്യാപാരിയെ കണ്ട് ഉപദേശിച്ചോണ്ട് തീരുമാനിച്ചു. അങ്ങനെ ഒരു ദിവസം ഈ വ്യാപാരിയെ പോയി കൃഷിക്കാരൻ കണ്ട് പ്രശ്നങ്ങൾ വിശദീകരിച്ചു, തൻ്റെ വിഷമങ്ങളൊക്കെ വിശദീകരിച്ചു. ഈ കൃഷിക്കാരൻ്റെ പ്രശ്നങ്ങളെല്ലാം കേട്ട ശേഷം വ്യാപാരി പറഞ്ഞു, നിങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാകും. എന്നിട്ട് വ്യാപാരി ചോദിച്ച് കൃഷിക്കാരനോട്, എന്നാൽ എനിക്ക് വേണ്ടി ഒരു ചെറിയ കാര്യം നിങ്ങൾക്ക് ചെയ്തു തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ കൃഷിക്കാരനെ സമ്മതിച്ചു.
എൻ്റെ കുതിരപ്പന്തി 100 കുതിരകളുണ്ട്. കാരണം അത് നോക്കുന്ന ആൾ വീട്ടിൽ പോയതാ, തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ട് വന്നില്ല. അതിനാൽ അങ്ങ് ആ കുതിരയുടെ കാര്യം നോക്കണം. കുതിരകളെല്ലാം ഉറക്കമായ നിങ്ങൾക്ക് പോവാം വീട്ടിലോട്ട്. കുതിരകളെല്ലാം ഉറക്കമായ തനിക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. കൃഷിക്കാരൻ നേരെ കുതിരകളെ നോക്കാൻ പോയി. എന്നാൽ ആ പന്തിയിലുള്ള 100 കുതിരകൾ, അതിൽ ചില കുതിരകൾ നിൽക്കുകയാണെങ്കിൽ ചില കുതിരകൾ കിടക്കുകയാണ്, കുറച്ച് കുതിരകൾ ഉറങ്ങുകയായിരിക്കും. നിൽക്കുന്ന കുതിരകളെ കൃഷിക്കാരൻ പ്രയാസപ്പെട്ട് എങ്ങനെയെങ്കിലും അതിനെ കിടത്തിച്ച്, അങ്ങനെ കുതിരകൾ കിടക്കാൻ തുടങ്ങി. അല്പം കഴിഞ്ഞപ്പോൾ നേരത്തെ കിടന്ന് കുതിരകളെല്ലാം ചാടി എഴുന്നേറ്റു കുറേ കുതിരകൾ. ഉടനെ കൃഷിക്കാരൻ അങ്ങോട്ട് നിന്ന് അവയും വീണ്ടും കിടത്താൻ ശ്രമിച്ചു. എന്നാൽ കുറച്ച് കുതിരകൾ മാത്രമേ കിടത്താൻ അദ്ദേഹത്തിന് സാധിച്ചുള്ളൂ. എത്ര ശ്രമിച്ചിട്ടും കുറച്ച് കുതിര നിൽക്കുക തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ചില കുതിരകളായിട്ട് ഒരു പ്രയത്നവും കൂടാതെ ഭക്ഷണം കഴിച്ച് കിടന്ന് ഉറങ്ങാൻ തുടങ്ങി. ഈ കുതിര കിടന്നിട്ട് വേണമല്ലോ ഉറങ്ങാൻ പോകേണ്ടത്. അപ്പോൾ എല്ലാത്തിനെയും കിടത്താൻ പറ്റിയില്ല. ചിലെണ്ണം ഭക്ഷണം കഴിച്ചങ്ങ് ഉറങ്ങി, ചിലതിനെ പ്രയത്നിച്ച് കിടത്തിയപ്പോൾ മറ്റേത് കുറച്ചെണ്ണം എഴുന്നേക്കാൻ തുടങ്ങി. പിന്നെ ഇതേ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് എഴുന്നേറ്റ് അങ്ങനെ രാത്രി മുഴുവൻ ഇതിന് ഉറങ്ങാൻ ഒരു പൊള്ള കണ്ണടയ്ക്കാൻ പറ്റിയില്ല. പിറ്റേ ദിവസം രാവിലെ കൃഷിക്കാരൻ ഈ വ്യാപാരിയെ കണ്ട് ഈ നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു. ബുദ്ധിമാനായ ആ വ്യാപാരി പറഞ്ഞു, ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. നമുക്ക് പല പ്രശ്നങ്ങളുണ്ട്. അതിൽ ചിലതൊക്കെ നമ്മളാൽ പരിഹരിക്കാൻ കഴിയും, ചില പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ കഴിയില്ല. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ ആ പ്രശ്നങ്ങൾ തനിയെ ഇല്ലാതാകും. എന്നാൽ വേറെ ചില പ്രശ്നങ്ങളുണ്ട്, എത്ര ശ്രമിച്ചാലും നമുക്ക് പരിഹരിക്കാൻ കഴിയില്ല. എന്ന് മാത്രമല്ല അവ ദീർഘകാലം നിലനിൽക്കുകയും ചെയ്യും. അത്തരം പ്രശ്നങ്ങളോട് പൊരുത്തപ്പെട്ടു പോവുക, ആ പ്രശ്നങ്ങളുടെ നടുവിലും സന്തോഷിക്കുവാനുള്ള വഴികൾ കണ്ടെത്തുക എന്നത് മാത്രമേ നമ്മളെ കൊണ്ട് സാധിക്കുകയുള്ളൂ.
Amrita
കര കാണാത്തൊരു കരുണ അലയിളകും നൻപിൻ പെരുമാ നിലയറിയാത്ത നേതാന്ത നിയോഗം നിലയറിയാത്ത നേതാന്ത നിയോഗം അറിയുകയൻ ഗുരുവേ. I humbly bow down at Amma's most sacred lotus feet. My namaskarams, love and greetings to all of Amma's children participating in this retreat all over the world. The whole world, the entire population has been searching for happiness through countless births. This quest has its roots in our previous lives. So it is not new. We have had the experience of permanent happiness at some point in the past. When I say some point, it's not in this birth, but somewhere in the past, in one of the lives. That memory about happiness is so intense, but at some other point, another point of time, we don't know when it happened, but sometime in the past again, we erred from real happiness and gradually began thinking money, acquiring wealth and objects can buy happiness. And now the attitude is, yes, I cannot buy happiness with money, but I would still feel a lot more comfortable crying in a new BMW than on a bike. This is the present day attitude. Therefore, we have been chasing anything and everything where it is labeled happiness for sale. And in our world, wherever you go, in every nook and corner, you find huge billboard signs publicizing happiness, such as Coca-Cola's brand slogan, "Open Happiness." And do you get happiness from that? When you open the Coca-Cola bottle, do you? Maybe a few seconds while drinking. The world is not an easy place to be happy, even when things are normal, not to mention the current situation when humanity is weathering so many challenges. On one side, people have their daily family problems, job pressures and social commitments to manage, and on the other side, we have fatal natural disasters caused by climate change threatening us. So the very existence of humanity in question. It is shockingly alarming. Now the scientists say climate change is not very far. A few years ago they said it's only 100 years, but now they say it is 40 to 50 years. So in addition, it has been very hard for Amma's children who haven't seen Amma for the last 2 years. What are we going to do? What's the right step to take? Is it possible to be happy at all when we are surrounded by a conglomeration of calamities? So I think this is the perfect time to deeply contemplate the subject of happiness and make an effort to change our way of being with the right attitude, doing the right actions. Hence, the topic for this retreat is the myth and reality of happiness. The Greek root of the word myth has a wide range of meanings such as word, saying, story, fiction, etc. Myths are events with no proof nor factual basis, the opposite of which is verity
that which can be verified. However, a myth can also be a mystery that cannot totally be denied. It is something that is unexplainable, unknowable, or cannot be substantiated. You cannot simply refute something due to the lack of proper evidence. For example, in our legal system, in rare cases, they put an innocent person behind bars, whereas the real culprit goes unpunished. Not intentionally, but it happens. Why? Owing to lack of substantial evidence to prove innocence. They say the circumstantial evidence was against him. Correct? Here, unreality becomes the reality. However, the truth still remains as truth, but it remains hidden. Similarly, happiness is the reality, but it is hidden. Therefore, we believe it is a myth. Have we been taught that happiness is a myth? Ever? I mean, in the primary classes? I have heard the following. When I was 5 years old, my mom always told me that happiness was the key to life. When I went to school, they asked me what I wanted to be when I grew up. I wrote down happy. They told me I didn't understand the assignment, and I told them they didn't understand life. Parents, society, and our educational system urge us to pursue desires and to accumulate things in life. That's what they think will lead to happiness. It's a common misunderstanding. The fulfilling of ambitions and desires is the pathway to happiness. And we have 1,001 desires to fulfill. And we will be able to achieve some of them, whereas most of them will remain unfulfilled. Whether we achieve all our desires or not, what is our mental state at the end of the day? At the end of the day, are we happy? Anyone? You ask yourself. Not even close, right? Conversely, by the time we get back home, we are dog tired, drained of all energy, and do not feel like enjoying the fruit of our action. You know, some people don't even eat. The wife or the mother must have cooked a very delicious meal, but you don't feel like eating because you are dead tired. You go to bed. At that moment, that is the biggest happiness.